കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ പല വീഡിയോകളുടെയും താഴെ വരുന്ന കമൻറ്റാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടേ, അതിന് സർവീസ് ചാർജ് ഇല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവരുടെ പരസ്യമാണ്. അവരുടെ പരസ്യം നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ സീറോ ബാങ്കിങ് ചാർജ് എന്നൊക്കെ പറഞ്ഞാണ് പരസ്യം വരുന്നത്. സോ പലരും വിചാരിക്കുന്നത് അപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലും നമ്മൾ ചാർജ് ഒന്നും കൊടുക്കേണ്ടതെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു പരസ്യത്തിൽ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വാചകം കാണാനായിട്ട് സാധിക്കും, സബ്ജക്ട് ടു മെയിൻ്റനൻസ് ഓഫ് ആവറേജ് മന്ത്ലി ബാലൻസ് എന്ന്. സോ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സാധാരണ മറ്റു ബാങ്കുകളിൽ നൽകുന്നത് പോലെ പെനാൽറ്റി ചാർജ് ഇവിടെയും നൽകേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്താൽ നമുക്ക് പല സർവീസുകളും ഏകദേശം 28ലധികം ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. മറ്റു പല ബാങ്കിലും നമ്മൾ പ്രീമിയം അക്കൗണ്ട് എടുത്താൽ കൂടി നമുക്ക് സൗജന്യമായിട്ട് കിട്ടാത്ത കുറേയധികം സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടൂ. നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിങ് സേവനങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള സർവീസ് ചാർജും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പെനാൽറ്റി ചാർജും കൊടുക്കേണ്ടതായിട്ട് വരും. IDFC ഫസ്റ്റ് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 വേരിയൻ്റ് അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്ന് 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടും മറ്റൊന്ന് 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടും. ഇനിയിപ്പോൾ നമ്മൾ 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് എടുത്തു. നമ്മളതിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് ഡിപ്പെൻസ് ഓൺ നമ്മൾ എത്ര രൂപയാണോ കുറവ് വന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ആക്ച്വലി 25,000 രൂപയാണ്. എന്നാൽ നമ്മൾ 20,000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപ വരെയാണ് കീപ്പ് ചെയ്തതെങ്കിൽ നമ്മൾ ഒരു പെനാൽറ്റി ചാർജായിട്ട് നൽകേണ്ടതായിട്ട് വരുന്നത് 50 രൂപ പ്ലസ് GST ആണ്. ഇനിയിപ്പോൾ നമ്മൾ 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഇടയിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ നോൺ മെയിൻ്റനൻസ് ചാർജായിട്ട് ഈടാക്കുന്നത് 100 രൂപ പ്ലസ് GST ആണ്. ഇനിയിപ്പോൾ 10,000 രൂപയ്ക്ക് മുകളിൽ 15,000 രൂപയ്ക്ക് ഇടയിലാണ് നമ്മൾ കീപ്പ് ചെയ്തതെങ്കിൽ 150 രൂപ പ്ലസ് GST. ഇനിയിപ്പോൾ 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഇടയിലാണ് നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തതെങ്കിൽ 200 രൂപ പ്ലസ് GSTയും നമ്മൾ പെനാൽറ്റി ചാർജ് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ 5,000 രൂപയിൽ താഴെ മാത്രമാണ് ആവറേജ് ഒരു ബാലൻസ് ആയിട്ട് മന്ത്ലി കീപ്പ് ചെയ്തതെങ്കിൽ 400 രൂപ പ്ലസ് GST ആണ് നോൺ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് 25,000 രൂപയുടെ അക്കൗണ്ട് വേരിയൻറ്റിൽ നമ്മൾ നൽകേണ്ടി വരുന്ന ചാർജ്. ഇനിയിപ്പോൾ 10,000 രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ 7,500 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഇടയിലാണ് കീപ്പ് ചെയ്തതെങ്കിൽ 50 രൂപ പ്ലസ് GST. 5,000 രൂപയ്ക്ക് മുകളിൽ 7,500 രൂപയ്ക്ക് താഴെയാണ് നമ്മൾ കീപ്പ് ചെയ്തതെങ്കിൽ 250 രൂപ പ്ലസ് GST. ഇനിയിപ്പോൾ 5,000 രൂപയിൽ താഴെ മാത്രമാണ് നമ്മളുടെ അക്കൗണ്ടിൽ നമുക്ക് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിച്ചതെങ്കിൽ 500 രൂപ പ്ലസ് GST നമ്മൾ നോൺ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് നൽകേണ്ടതായി വരും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ IDFC ഫസ്റ്റ് ബാങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്താൽ നമുക്ക് 28ലധികം വരുന്ന ബാങ്കിങ് സർവീസുകൾ സൗജന്യമായിട്ട് കിട്ടും. കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെനാൽറ്റി ചാർജ് നൽകണം. അതിന് പുറമെ ബാങ്കിങ് സേവനങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള സർവീസ് ചാർജ് നൽകേണ്ടതായി വരും. ഇനി നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ബാങ്കിങ് സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ ആ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 28ലധികം വരുന്ന ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. IMPS ഔട്ട്വേർഡ് ഫ്രീ ആണ്. NEFT നമുക്ക് സൗജന്യമാണ്. അത് ബ്രാഞ്ച് വഴിയുള്ള NEFT സൗജന്യമാണ്. പിന്നെ ബ്രാഞ്ച് വഴിയുള്ള RTGS സൗജന്യമാണ്. പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ATM വഴിയുള്ള ഇടപാടുകൾ സൗജന്യം. അതർ ബാങ്കിൻ്റെ ATM വഴിയുള്ള ഇടപാടുകൾ സൗജന്യമാണ്. പിന്നെ ഡെബിറ്റ് കാർഡിന് ഇഷ്യൂവൻസ് ചാർജ് വരുന്നില്ല, അത് സൗജന്യമാണ്. പിന്നെ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് വരുന്നില്ല. ഡെബിറ്റ് കാർഡിന് റീപ്ലേസ്മെൻറ്റ് ചാർജ് അതുപോലെ തന്നെ റീ ഇഷ്യൂവൻസ് ചാർജ് വരുന്നില്ല. SMS അലർട്ട് ചാർജ് വരുന്നില്ല, അത് സൗജന്യമാണ്. പിന്നെ ചെക്ക് ബുക്ക് റീ ഇഷ്യൂവൻസ് ചാർജ് വരുന്നില്ല. പിന്നെ നമുക്ക് ബ്രാഞ്ച് വഴി എത്ര തവണ വേണമെങ്കിലും നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാം. ഇപ്പോൾ മറ്റു ബാങ്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രീമിയം അക്കൗണ്ട് എടുത്താൽ കൂടി ഒരു നമ്പർ ഓഫ് ലിമിറ്റ് ഉണ്ടാകും. ഇത്ര തവണ മാത്രമേ നമുക്ക് ഒരു മാസം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ അത് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിമിറ്റ് വരുന്നില്ല. നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് വിഡ്രോവൽ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ആണ് വരുന്നത്. അതിപ്പോൾ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും എമൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ചില ബാങ്കിലൊക്കെ ആണെങ്കിൽ, ചില ബാങ്ക് എന്നല്ല ഭൂരിഭാഗം ബാങ്കിലും ഒരു മാസം ഇത്ര തുകയുടെ ഇടപാട് മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് കിട്ടൂ. അത് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ അങ്ങനെ വരുന്നില്ല. നമുക്ക് ബ്രാഞ്ച് വഴി വാല്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ക്യാഷ് വിഡ്രോവൽ അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് സൗജന്യമാണ്. പിന്നെ തേർഡ് പാർട്ടി ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ നമുക്ക് ബ്രാഞ്ച് വഴി സൗജന്യമാണ്. പിന്നെ ചെക്ക് റിട്ടേൺ ഡെപ്പോസിറ്റഡ് അതുപോലെ തന്നെ ചെക്ക് റിട്ടേൺ ഇഷ്യൂഡ് അതിന് ചാർജ് വരുന്നില്ല. അതായത് നമ്മൾ നൽകിയൊരു ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചാർജ്
ചാർജ് വരുന്നില്ല. പിന്നെ ബ്രാഞ്ച് വഴിയുള്ള DD അതുപോലെ തന്നെ പേ ഓർഡർ ഇഷ്വൻസ് ചാർജ് വരുന്നില്ല. പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അതുപോലെ തന്നെ പേ ഓർഡർ ക്യാൻസലേഷൻ റീവാലിഡേഷൻ ചാർജ് വരുന്നില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെന്റ് ഇഷ്വൻസ് ചാർജ് ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് ഇഷ്വൻസ് ചാർജ് ഇല്ല. പിന്നെ നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനൊക്കെ നോക്കുവാൻ നേരത്ത് അക്കൗണ്ടിൽ ഫണ്ട് കുറവും ഉള്ളത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് വരുന്നില്ല. പിന്നെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്, അതായത് ചെക്ക് അതുപോലെ തന്നെ ഡോക്യുമെന്റ് പിക്കപ്പ് അത് സൗജന്യമാണ്. പിന്നെ ബാലൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂൻസ് ചാർജ് ഇല്ല. ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂൻസ് ചാർജ് ഇല്ല. അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നില്ല. പിന്നെ ഇന്റർനാഷണൽ ATM അതുപോലെ തന്നെ POS ട്രാൻസാക്ഷൻ ചാർജ് വരുന്നില്ല. പിന്നെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ സെറ്റപ്പ് ചാർജ് വരുന്നില്ല. പിന്നെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഫെയിലിയർ ചാർജ് വരുന്നില്ല. പിന്നെ ECS റിട്ടേൺ ചാർജ് ഇല്ല. ഫോട്ടോ അറ്റസ്റ്റേഷൻ ചാർജ് ഇല്ല. സിഗ്നേച്ചർ അറ്റസ്റ്റേഷൻ ചാർജ് ഇല്ല. പിന്നെ ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചാർജ് വരുന്നില്ല. അഡ്രസ് കൺഫർമേഷൻ ചാർജ് വരുന്നില്ല. IPIN റീജനറേഷൻ ചാർജ് ഇല്ല. പിന്നെ ഡെബിറ്റ് കാർഡ് പിൻ ജനറേഷൻ ചാർജ് ഇല്ല. എന്നിങ്ങനെ ഈ കാണുന്ന 28 വരുന്ന ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. എന്നാൽ നമ്മൾ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സേവനങ്ങളൊന്നും സൗജന്യമായിട്ട് കിട്ടില്ല. ഈ കാണുന്ന രീതിയിൽ നമ്മൾ അതിന് സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. അക്കൗണ്ട് വേരിയൻ്റ് അനുസരിച്ച് പെനാൽറ്റി ചാർജ് അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ഫ്രീ ലിമിറ്റ് ഉണ്ട്. അക്കൗണ്ട് വേരിയൻ്റ് അനുസരിച്ച് ഇപ്പോൾ 10Kയുടെ അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ 2 ലക്ഷം പെർ മന്ത്, അതുപോലെ തന്നെ 20,000 രൂപയുടെ അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ 3 ലക്ഷം പെർ മന്താണ് ക്യാഷ് ഡെപ്പോസിറ്റ് ഫ്രീ ലിമിറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കണം. ഓരോ 1000 രൂപക്ക് 3 രൂപ. പിന്നെ ചെക്ക് റിട്ടേൺ ചാർജ്, DD ഇഷ്യൂറൻസ് ചാർജ്, പിന്നെ ATM വഴിയുള്ള ട്രാൻസാക്ഷൻ ചാർജ് എന്നിങ്ങനെ നമ്മളിപ്പോൾ കണ്ട നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പല ബാങ്കിങ് സേവനങ്ങൾക്കും നമ്മൾ ഈ രീതിയിൽ സർവീസ് ചാർജ് നൽകേണ്ടതായിട്ട് വരും. എനിക്ക് IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, യൂസ് ചെയ്ത് നോക്കി, എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അതിനെപ്പറ്റിയൊക്കെ ചെയ്ത വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഞാൻ ബട്ടണിൽ ആഡ് ചെയ്തേക്കാം. അത് കണ്ടു നോക്കിയാൽ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി